കേട്ട സമയത്ത് ദേവഹൂതി പറഞ്ഞു, എനിക്ക് അങ്ങയുടെ കൂടെ ഇത്രയും കാലം ജീവിക്കാൻ സാധിച്ചത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. അങ്ങയുടെ കൂടെ അങ്ങയെ ശുശ്രൂഷിച്ചുകൊണ്ട് അങ്ങയുടെ ഓരോ ധർമ്മങ്ങളിലും അങ്ങയെ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിച്ചത് കൊണ്ട് ഒരു ധർമ്മപത്നിക്ക് ലഭിക്കേണ്ടതായ എല്ലാ സിദ്ധികളും എനിക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇവിടെ കർദമൻ ചെയ്യുന്ന തപസ്സിനനുസരിച്ച് ദേവഹൂതിയും തപസ് തന്നെയാണ് ഇവിടെ ചെയ്തിരുന്നത്. അതുകൊണ്ട് പറഞ്ഞു, ലോകത്തിൽ ആർക്കും ലഭിക്കാത്ത സിദ്ധികളൊക്കെ ദേവഹൂതി നിനക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ അങ്ങനെ ദേവഹൂതി പറഞ്ഞു, വളരെ ലജ്ജയോടുകൂടി തൊണ്ടയിടറിക്കൊണ്ട് പറഞ്ഞു, എല്ലാ സ്ത്രീകളും